യുഎസിനും സഖ്യരാജ്യങ്ങൾക്കും റഷ്യയുടെ മുന്നറിയിപ്പ്. യുക്രൈനിൽ ഹൈപ്പർസോണിക് മിസൈൽ പ്രയോഗിച്ചത് പടിഞ്ഞാറൻ രാജ്യങ്ങൾ ഗൗരവത്തോടെ കാണുമെന്നാണ് കരുതുന്നതെന്നാണ് റഷ്യയുടെ പ്രതികരണം. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവാണ് റഷ്യയുടെ നയം വ്യക്തമാക്കിയത്. സ്വയം പ്രതിരോധിക്കാൻ ഏത് മാർഗവും ഉപയോഗിക്കാൻ റഷ്യ തയ്യാറാണ്. യുഎസും സഖ്യകക്ഷികളും മനസ്സിലാക്കണം. പ്രശ്നങ്ങൾ വഷളാക്കാൻ റഷ്യ ആഗ്രഹിക്കുന്നില്ല. യുഎസും സഖ്യരാജ്യങ്ങളും തെറ്റിദ്ധാരണ ഒഴിവാക്കാനാണ് ആഗ്രഹം. അവർ റഷ്യ നൽകിയ സൂചന മനസ്സിലാക്കിയില്ലെങ്കിൽ തങ്ങൾ കൂടുതൽ മിസൈലുകൾ അയക്കുമെന്നും ലാവ്റോവ് വ്യക്തമാക്കി. യുക്രൈൻ ഉയർത്തുന്ന ഭീഷണി, പ്രത്യേകിച്ച് യുഎസ് പോലുള്ള സഖ്യരാജ്യങ്ങളുടെ ആയുധങ്ങൾ പ്രയോഗിക്കുന്നതിനെ നേരിടാൻ രൂപകൽപ്പന ചെയ്ത മിസൈലാണ് റഷ്യ 2 ആഴ്ച മുമ്പ് അയച്ചത്. മിസൈൽ 700 കിലോമീറ്റർ സഞ്ചരിച്ചാണ് ഡിനിപ്രോയിലെത്തിയത്. റഷ്യയുടെ സൈനിക ശക്തി വെളിപ്പെടുത്തുന്നതായിരുന്നു യുക്രൈനിൽ നടത്തിയ ആക്രമണം. യുക്രൈൻ്റെ വൈദ്യുതി നിലയങ്ങളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണം റഷ്യ ശക്തമാക്കിയിരുന്നു. 200ഓളം മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് കഴിഞ്ഞയാഴ്ച നടത്തിയ ആക്രമണത്തിൽ 10 ലക്ഷത്തിലേറെ വീടുകളിൽ വൈദ്യുതി മുടങ്ങി. 2 ആഴ്ചക്കിടെ വൈദ്യുതി ഗ്രിഡിനെ ലക്ഷ്യമാക്കി റഷ്യ നടത്തുന്ന രണ്ടാമത്തെ വലിയ ആക്രമണമായിരുന്നു അത്. കീവ്, ഖർക്കീവ്, റിവ്നെ, ഹൈമൽനിസ്കി, ലുട്സ്ക് തുടങ്ങി യുക്രൈൻ്റെ പടിഞ്ഞാറും മധ്യഭാഗത്തുമുള്ള ഒട്ടേറെ നഗരങ്ങളിൽ റഷ്യ ആക്രമണം നടത്തി. ക്ലസ്റ്റർ ബോംബുകൾ പിടിപ്പിച്ച കാലിബർ ക്രൂസ് മിസൈലുകളാണ് റഷ്യ ഉപയോഗിച്ചത്. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയാണ് പിന്നീട് ഇക്കാര്യം പറഞ്ഞത്. ഒട്ടേറെ ചെറു ബോംബുകൾ ചേരുന്നതാണ് ക്ലസ്റ്റർ ബോംബ്. പല ബോംബുകളായി പൊട്ടിത്തെറിച്ച് ഒരു വലിയ പ്രദേശത്ത് നാശം വിതയ്ക്കാൻ ഇതിന് കഴിയും. ഇവയിൽ ചില ബോംബുകൾ പൊട്ടാതെ കിടന്ന് ആക്രമണശേഷവും നാശം വിതയ്ക്കാം. 100 ഡ്രോണുകളും 90 മിസൈലുകളും ഉപയോഗിച്ച് യുക്രൈനിലെ 17 കേന്ദ്രങ്ങൾ റഷ്യൻ സേന ആക്രമിച്ചെന്നാണ് പുടിൻ പിന്നീട് അവകാശപ്പെട്ടത്. 76 ക്രൂസ് മിസൈലുകളും 3 മറ്റു തരം മിസൈലുകളും 32 ഡ്രോണുകളും വെടിവെച്ചിട്ടെന്ന് യുക്രൈൻ വ്യോമസേനയും പിന്നീട് അവകാശപ്പെട്ടു. അതിനിടെ മഞ്ഞുകാലത്ത് ആക്രമിക്കാനായി റഷ്യ ക്രൂസ് ബാലിസ്റ്റിക് മിസൈലുകൾ സംഭരിക്കുന്നതായി യുക്രൈൻ അധികൃതർ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. കഴിഞ്ഞ വർഷം ചെയ്തതുപോലെ വൈദ്യുതി ഗ്രിഡുകളെ ലക്ഷ്യമിടാനാണിതെന്നും അവർ പറഞ്ഞിരുന്നു. 3 വർഷത്തോടടുക്കുകയാണ് യുക്രൈൻ റഷ്യ യുദ്ധം. യുദ്ധത്തിൽ യുക്രൈൻ്റെ ഊർജ്ജാവശ്യത്തിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളിൽ പകുതിയും ആക്രമണത്തിൽ റഷ്യ തകർത്തു. യുക്രൈനിൽ ഇപ്പോൾ വൈദ്യുതി മുടക്കം പതിവാണ്. സമീപ മാസങ്ങളിലായി കൂടുതൽ പട്ടാളക്കാരെയും ആയുധങ്ങളും ഇറക്കി കിഴക്കൻ മേഖലകളിൽ നിന്ന് യുക്രൈൻ സൈന്യത്തെ തുരത്തിക്കൊണ്ടിരിക്കുകയാണ് റഷ്യ. 100ലേറെ മിസൈലുകളും 466 ഡ്രോണുകളും യുക്രൈനിലേക്ക് അയച്ചെന്നും US നിർമ്മിത മിസൈലുകൾ റഷ്യൻ മണ്ണിൽ ഉപയോഗിച്ചതിനുള്ള തിരിച്ചടിയാണെന്നും പുടിൻ അന്ന് പറഞ്ഞിരുന്നു. തലസ്ഥാനമായ കീവിലേക്ക് പുതിയ മധ്യദൂര ബാലിസ്റ്റിക് മിസൈലായ ഒരഷ്നിക് അയക്കുമെന്നും അദ്ദേഹം ഭീഷണി മുഴക്കിയിരുന്നു.